തന്നിരിക്കുന്ന നല്ല കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 4:2 ഇങ്ങനെ വായിക്കുന്നു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചിട്ടുള്ളത്. പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ കുറിച്ച്, ഹല്ലേലൂയ, അവൾ ദൈവം ചെയ്ത വലിയൊരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ചൊക്കെയാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഇത് ചിന്തിപ്പിച്ചൊരു കാര്യം, നമുക്ക് കർത്താവ് അനുവദിച്ച ദിവസങ്ങൾ ഇതിന്റെ പ്രധാനമായിട്ട് ചിന്തിക്കാം. എന്നാൽ കർത്താവ് എനിക്ക് തന്ന ഒറ്റ വെളിപ്പാട് പറഞ്ഞുകൊണ്ട് മാത്രം ഈ പകലില് ദിവസങ്ങളില് പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കാൻ താല്പര്യപ്പെടുക. അവളുടെ ഭർത്താവ് മരിച്ചു, അതൊരു വിഷയം. 2-ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കടഭാരം. സ്തോത്രം. അവളുടെ കുഞ്ഞുങ്ങളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു വല്ലാത്ത സിറ്റുവേഷനിൽ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ആയിരിക്കുകയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഭർത്താവ് എപ്പം മരിച്ചു അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊന്നും ബൈബിളിൽ നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും ഏലീശ പ്രവാചകന്റെ ഒരു ശിഷ്യനായിരുന്നു എന്റെ ഭർത്താവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. അപ്പോൾ സ്തോത്ര ദൈവവുമായിട്ട് വളരെയധികം ബന്ധം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹം സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു അവരെന്ന് പറയുന്നത്. എന്നാൽ ആ കുടുംബത്തിൽ സ്തോത്രം വലിയൊരു പ്രശ്നം ഇപ്പൊ വന്നിരിക്കുകയാണ്. 1 മരണം, 2 കടഭാരം. സ്തോത്രം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരാം, ദൈവത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കണക്ഷൻ സൂക്ഷിക്കുന്നവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുമോ? തീർച്ചയായിട്ടും വരും. അതിന്റെ ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങള് നമ്മുടെ മാനുഷിക കണ്ണുകൾക്ക് അല്ലെങ്കിൽ തലങ്ങൾക്ക് അപ്പുറമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഒരു തലത്തെ ദൈവം മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിലോട്ടൊരു പ്രയാസം വന്നപ്പോൾ ഹല്ലേലൂയ മറ്റ് എങ്ങോട്ടുമല്ല അവൾ ഓടിയത്. സ്തോത്രം. സ്നേഹിതന്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ അടുത്തോട്ടോ ഒന്നുമല്ല സഹായത്തിനായിട്ട് ഈ സ്ത്രീ ഓടിയത്. അവൾ കർത്താവിന്റെ അടുത്തോട്ട്, ഒരു ദൈവമുഖത്തോട്ട് അവൾ നോക്കിയത്. സ്തോത്രം. അവൾ ഏലീശ പ്രവാചകന്റെ അടുത്തോട്ടാ. അതായത് മനുഷ്യമായ നിലയിൽ ഏലീശ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിന്റെ ആലോചന അറിയാനായിട്ടാണ്. ഈ പ്രശ്നം എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവ് ഞാൻ എന്നാ ചെയ്യേണ്ടത്, സ്തോത്രം, എനിക്ക് എങ്ങനെ ഒരു പരിഹാരം ഇതിൽ ഉണ്ടാകും എന്ന് കാണാനായിട്ട് ഒരു ദൈവ പുരുഷനെയാണ് അവൾ സമീപിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവളുടെ ആ തീരുമാനം, അവളുടെ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതൊരിക്കലും നിരാശയിൽ അവസാനിച്ചില്ല. ഹല്ലേലൂയ. അവൾക്ക് വേണമെങ്കിൽ വേറെ പല ഓപ്ഷൻസ് അന്നത്തെ ജീവിത സാധനങ്ങൾ ഉണ്ടായിക്കൂടാന്നല്ല. സ്തോത്രം. എന്നാണേലും നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ സ്നേഹിതരോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാം, അല്ലെങ്കിൽ ഇന്ന് പലരും ചെയ്യുന്ന പോലെ ഒരു പ്രയാസം വരുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് ആക്കി നമ്മുടെ വിഷമങ്ങൾ നാട്ടുകാരെ അറിയിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊന്നുമല്ല അവള് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് ദൈവമുഖത്തോട്ട് അവൾ നോക്കി, അവൾ അങ്ങോട്ടാ തിരിഞ്ഞത്. സ്തോത്രം. എനിക്കിതിനൊരു പരിഹാരം വേണം. സ്തോത്രം. ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരിക്കുക. സ്തോത്രം. എന്നാൽ അവളത് പരിഹാരത്തിനായിട്ട് എലീശയോട് നിലവിളിച്ചു എന്നാണ് കാണാൻ സാധിക്കും. 1-ാമത്തെ വാക്യം, എലീശയോട് നിലവിളിച്ചു, ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഏലീശയുടെ ഭാഗത്ത് നിന്നും പോട്ടെ, സാരമില്ലെങ്കിൽ വിഷമിക്കേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു മറുപടികളൊക്കെ ആയിരിക്കാം ഏലീശയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, എത്ര നിനക്ക് കടമുള്ളത്, എത്ര പൈസയാണ് നിനക്ക് വേണ്ടത്, എത്രത്തോളം കടമുണ്ട്, എന്നാൽ അത് വീട്ടാനുള്ള വഴി, അല്ലെങ്കിൽ ഞാൻ തരാമോ എന്നൊക്കെ ആയിരിക്കാം ഏലീശ പറയാൻ ഒരു അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഏലീശയുടെ മറുപടി അതിലും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഏലീശ ഇവിടെ പറയുന്ന കാര്യം സ്തോത്രം. ഏലീശ അവളോട്,
ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. തികച്ചും അസ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ഏലീശ അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ഇന്നത് പറയുന്നു, അങ്ങനെ ഒരു മറുപടി അല്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ ഈ പ്രാർത്ഥനകൾക്ക് നമ്മള് പ്രവാചകന്മാരോട് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ പലരോടും അപേക്ഷിക്കും, നമുക്കും പലപ്പോഴും ഇങ്ങനെയുള്ള മറുപടികൾ എപ്പോ കാര്യം നടക്കും അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ നടക്കുമെന്നുള്ള വഴികളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ ഏലീശയുടെ മറുപടി നമ്മളുടെ മാനുഷ്യ ബുദ്ധിക്ക് തികച്ചും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ്. നിനക്ക് വീട്ടിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. എനിക്ക് വീട്ടിൽ ഒന്നുമില്ല, എന്റെ ഭർത്താവ് മരിച്ചു, മക്കള് എന്നെ പിടിച്ചോണ്ട് പോകാൻ പോകുന്നു, ഞാൻ വല്ലാത്ത സിറ്റുവേഷനിലായി എന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീയോട് ഏലീശ ചോദിക്കുന്ന ചോദ്യം, പറയുക, വീട്ടിൽ നിനക്ക് എന്താണുള്ളത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവള് പറയുന്നൊരു മറുപടിയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവള് പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് അവളുടെ ആ മറുപടിയിൽ നിന്ന് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ ആരംഭിക്കാൻ ഇടയായി. സ്തോത്രം. അതായത് ആ നിമിഷം വരെയും ഹല്ലേലൂയ അവളൊരു പുറത്തോട്ട് ഒരു വഴി ഏലീശ പറഞ്ഞു തരും എന്നും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു വഴിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ പുറത്തോട്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഭവനത്തിന്റെ പുറത്തോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഏലീശ പറയുന്നത്, ഹല്ലേലൂയ, നീ നിന്റെ ജീവിതത്തിന്റെ പുറത്തോട്ടല്ല നോക്കുന്നത്, നിന്റെ ഭവനത്തിന് അകത്തോട്ട് നോക്ക്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഭവനത്തിനുള്ളിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ നിന്നിൽ എന്താണുള്ളത്. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ ഒരു മറുപടിയായിട്ട് അവളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. പ്രിയ മക്കളെ, പലപ്പോഴും കർത്താവ് നമ്മളോടും ഇടപെടുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നമ്മളൊരു ഇൻസ്റ്റന്റ് മറുപടി പ്രതീക്ഷിക്കുമ്പോൾ, ഒരു വഴി പ്രതീക്ഷിക്കുമ്പോൾ, ഒരു സൊല്യൂഷൻ ഒരു വിഷയത്തിന് പ്രതീക്ഷിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് അങ്ങനെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം പലപ്പോഴും ആ സ്ത്രീയോട് ഇടപെട്ടതുപോലെ, സ്തോത്രം, നീ നിന്നിലോട്ടൊന്ന് നോക്ക്. സ്തോത്രം. നിന്നിൽ എന്താ ഉള്ളത്, അല്ലെ നിന്റെ ഭവനത്തിൽ എന്ത് സാധ്യതയുള്ളത്. സ്തോത്രം. കർത്താവിന്റെ ഇടപെടൽ പലപ്പോഴും ഇങ്ങനെ. സ്തോത്രം. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നത്. ഹല്ലേലൂയ. ഒരു സിച്ചുവേറ്റർ പോലൊരു ദൈവപ്രവൃത്തി പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യാത്തതിന്റെ കാരണം, അതിനപ്പുറമായ ചില സാധ്യതകളെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മിൽ തന്നെ ദൈവം കരുതിയിട്ടുണ്ട്. അതിനെ കണ്ടുപിടിച്ച് ആ വഴി, ആ റൂട്ട് തിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല, എന്നാൽ പോലും ഞാൻ പറയുക, സ്തോത്രം. കർത്താവിന് എന്താ പറയാ, നമ്മളോട് ദയയില്ലാത്തതുകൊണ്ടോ കരുണയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വഴിയില്ലാത്തതുകൊണ്ടോ അല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്നുള്ള മറുപടികൾ തരാത്ത, മറിച്ച് ഏലീശ ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ നമ്മളിലോട്ടൊന്ന് നോക്കുവാൻ, നമ്മുടെ ഭവനത്തിലെ സാധ്യതകളിലോട്ട് നോക്കുവാൻ, ഒരുപക്ഷെ മറ്റൊന്നും തന്നില്ലെങ്കിലും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, ദൈവം നമ്മൾ അഭിഷേകം തന്നിട്ടുണ്ട്, ആ അഭിഷേകത്തിലോട്ടൊന്ന് നോക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ വിലയൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, സ്തോത്രം, അത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ തന്നെയുണ്ട്. സ്തോത്രം. അവിടെ തന്നെയുണ്ട്. സ്തോത്രം. അതീ പകൽക്കാലം ഞാനിത് പറയുമ്പോൾ, ദൈവമക്കളെ, നമ്മളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഭവനത്തിലോട്ടൊന്ന് നോക്കുക, ദൈവം സഹായിക്കട്ടെ. പല വിഷയത്തിന്റെ മധ്യേയും ഒരുപക്ഷെ പുറത്തോട്ട് പല വഴികളെ, ചിന്തകളെ നാം വായിച്ചു വിടുമ്പോൾ, നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഏലീശ പറഞ്ഞതുപോലെ, അവളോട് പറഞ്ഞതുപോലെ വാതിലടിച്ചു അവളുടെ ഭവനത്തിനുള്ളിലിരുന്ന് അവളുടെ സാധ്യതകളെ ഒന്ന് ചിന്തിക്കുവാൻ, ദൈവത്തോട് അങ്ങനെ നടത്തു വരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, വരും ദിവസങ്ങൾ ഇതിന്റെ ബാക്കി തുടർമാനമായിട്ട് കർത്താവ് തന്നെ വെളിപ്പാടുകൾ പറയാൻ ആഗ്രഹിക്കുക. എന്നാൽ സ്തോത്രം, ഈ പകലിൽ നമുക്ക് നമ്മുടെ തലകളിൽ നിന്ന് വണക്കാം. സ്തോത്രം. കർത്താവിന്റെ സെൽവെന്ന് പറയാം, കർത്താവ് എന്നെ സഹായിക്കണം, എന്നിലുള്ള സാധ്യതകളെ കണ്ടെത്തുവാൻ സഹായിക്കണം കർത്താവ്. സ്തോത്രം. എന്റെ കുറവുകളെ പരിഹരിക്കുന്ന കർത്താവ് എന്റെ കൂടെ ഉള്ളപ്പോൾ, എന്റെ യേശു എന്റെ ഉള്ളിലുള്ളപ്പോൾ, സ്തോത്രം, എന്റെ ഭവനത്തിലുള്ളപ്പോൾ, സ്തോത്രം, ഞാൻ മറ്റെങ്ങോട്ടും എന്റെ കണ്ണുകളെ പായിക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കേണ്ടതും ആവശ്യമില്ല. കർത്താവ് തന്നെ വഴികളെ എനിക്ക് കാണിച്ചു തരണം.
അതിനായിട്ട് എൻ്റെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറന്നു തരണം, എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണം കർത്താവേ. സോ അതിന് ഞാൻ ഏത് സ്റ്റെപ്പ് എടുക്കേണ്ടത്? പ്രാർത്ഥനയാണോ ഞാൻ അല്പം കൂടി കൂട്ടുന്നത്, അല്ലെങ്കിൽ ആരാധനയാണോ കൂട്ടേണ്ടത്? അതല്ല അതിനപ്പുറമായി വേറെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ എന്നിലുണ്ടോ? സ്തോത്രം. എന്നിൽ വ്യാപാരം ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്ന എന്തെങ്കിലും കഴിവുകളോ താലന്തുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അതിനൊന്ന് ഓപ്പണപ്പ് ചെയ്ത് തരണമെന്നൊരു പ്രാർത്ഥന ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകട്ടെ. കർത്താവ് അതിന് ചെയ്യുവാൻ ദൈവശക്തനാണ്, അതിനെ വിശാലമാക്കുവാനും അങ്ങനെ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാനും കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ചെറിയൊരു ആലോചനയാൽ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഭവനങ്ങളെ കർത്താവ്